ഈ ഞങ്ങളുടെ യാത്ര നെന്മാറ വേല കാണാനുള്ള യാത്രയാണ് കേട്ടോ. രാവിലെ നല്ല വെയിലുണ്ടാവും എന്ന് പറഞ്ഞ് മടിച്ചു തന്നപ്പോൾ ഞങ്ങളുടെ ഭാഗ്യത്തിന് നല്ല മഴക്കാറ്, അത്ര വെയിലൊന്നും ഇല്ലാത്ത സമയം. എന്നാൽ പിന്നെ പോവാന്ന് പറഞ്ഞ് വേഗം ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. നെന്മാറ വേല മുന്നേ ഞങ്ങൾ കണ്ടിട്ടുള്ളത് സന്ധ്യാസമയത്താണ്. രാവിലത്തെ അവിടുത്തെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കാണണം എന്നുള്ള വാശിയോട് കൂടി തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഇട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു അധികം തിരക്കൊന്നും ഇല്ലാത്ത ഒരു വേലയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെയാണെങ്കിൽ കച്ചവടക്കാരുടെ ഒരു ബഹളമാണ് കേട്ടോ. അത് റൗണ്ട് മുഴുവൻ പൂരപ്പുറമ് മുഴുവൻ കച്ചവടക്കാർ, കമ്മലുകളുടെ ഒക്കെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഉച്ചവെടിക്കുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഇതാ അവിടെ വണ്ടിയിൽ നിന്ന് കരിമരുന്നുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം നിന്നപ്പോഴാണ് ഭയങ്കര മഴ തോർന്നുള്ള സമയമാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾ കുട ചൂടി നനഞ്ഞ് ചീഞ്ഞൊരു മുക്കിൽ നിന്നു. നോക്കുമ്പോൾ മൊത്തം എല്ലാവരും നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ പൂരത്തിന് വന്നവർ മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. കണ്ട പൂരപ്പറമ്പ്, ഇതാണ് പൂരപ്പറമ്പ് എന്ന് പറയണത് ശരിക്കും. ഐസ്ക്രീമിൻ്റെ കവറുകളൊക്കെ കൂടി നിറഞ്ഞ് മൊത്തം എന്താ കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ പറമ്പ്. അപ്പോൾ ഇത് ഓരോ സൈഡിൽ നിന്ന് മഴ ഇത്തിരി തോർന്നപ്പോൾ ആൾക്കാരെ ബഹളമാണ്. കുറേ നേരം നിന്നിട്ടും മഴ കുറഞ്ഞില്ല. ഞങ്ങൾ മഴ കൊള്ളാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ അമ്പലത്തിൻ്റെ ഉൾസൈഡിൽ വന്നു കേട്ടോ. അപ്പോഴാണെങ്കിലും നിൽക്കാൻ പോയിട്ട് എന്താ പറയുക, ഞങ്ങളൊരു സൈഡിൽ ഒതുങ്ങി നിന്നു. അത്രയ്ക്കും തിരക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എല്ലാവരും മഴ കാരണം കണ്ട അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുകയാണ്. ദേവിയുടെ എഴുന്നള്ളത്തിൻ്റെ സമയമായിട്ടാണ്. പക്ഷെ അത് കറക്റ്റ് സമയത്ത് നടത്താൻ പറ്റില്ല. ശരിക്കും ഇത്തിരി എന്ത് ലേറ്റ് ആയിട്ടുണ്ട് വേല തുടങ്ങാനായിട്ട്. കാരണം മഴ മാറിയാൽ തന്നെയാണല്ലോ തുടങ്ങാൻ പറ്റുള്ളൂ. അതാ കണ്ടില്ലേ പടക്കത്തിൻ്റെ ഒക്കെ എല്ലാം റെഡി ആയത്, വെടിക്കെട്ടിൻ്റെ അതൊക്കെ അവർ ടാർപ്പായിട്ട് മൂടി മൊത്തം വെള്ളം കയറിയിട്ടാണ്. പാടം മുഴുവൻ വെള്ളം കയറി ആകൊരവസ്ഥയിൽ. അതെല്ലാം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എവിടെ നിന്ന് ആൾക്കാർ വന്നതെന്നുള്ളത് ഒരു പിടിയും കിട്ടിയില്ല. അതുമാതിരി ആൾക്കാർ എവിടെ നിന്ന് കരിച്ചരിച്ചരിച്ച് നിറഞ്ഞു ആൾക്കാർ. ഞങ്ങൾ നിൽക്കാൻ ഉദ്ദേശിച്ച സ്ഥലമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ അവസാനം എവിടേക്കോ ഒരു മൂലയ്ക്ക് പോയി നിന്നു. ഇതൊന്നും നല്ല തിരക്ക് പിന്നെ കൂടി 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 കൂടി
കൂറുമാറ്റം കഴിഞ്ഞ് ആനകളൊക്കെ ഉള്ളിലോട്ട് കടന്നു. ഇനി ഇവിടെ നിർത്തില്ല ആര്യോട്ടെ, വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പം ഞങ്ങൾ വേഗം വണ്ടി എടുത്ത് പോന്നു. ഇനി അപ്പോൾ കാവശ്ശേരി പൂരത്തിന് കാണാട്ടാ.